മുടി കൊഴിച്ചിൽ അഥവാ ഹെയർ ലോസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായി 5 കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമതായി, ഇത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു ഹെയർ ലോസ് ആണോ? കാരണം ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഷെഡിങ് ഒരു നോർമൽ പ്രോസസ്സാണ്. എപ്പോഴാണ് ഇത് അബ്നോർമൽ ആവുക? അതായത് ഒരു ദിവസം ഒരു 100 മുടിയിൽ കൂടുതൽ കൊഴിയുക, അല്ലെങ്കിൽ കൊഴിയുന്ന മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വരാതിരിക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് അബ്നോർമൽ ആവുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. രണ്ടാമതായി, എന്താണ് ഇതിൻ്റെ ഡയഗ്നോസിസ്? അതായത് എല്ലാത്തരം ഹെയർ ലോസിനും ഒരു ഡയഗ്നോസിസ് അല്ല, അതിന് പലതാവാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ടീലജൻ എഫ്ലൂവിയം എന്ന് പറയും, അത് അക്യൂട്ട് ക്രോണിക് എന്ന് പറയും, അത് പെട്ടെന്ന് വരുന്ന ഒരു മുടി കൊഴിച്ചിലിന്. അതേപോലെ പാറ്റേൺ ബാൾഡ്നെസ്, അത് ഫീമെയിൽസിനും മെയിൽസിനും വരാം. അതേപോലെ അലോപീഷ്യ ഏരിയേറ്റ, ഡിഫ്യൂസ് അലോപീഷ്യ ഏരിയേറ്റ, സ്കാറിങ് അലോപീഷ്യ, ഹെയർ ഷാർപ്പ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പലതരം കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളൊരു എക്സ്പേർട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റേതായ ഇൻവെസ്റ്റിഗേഷൻസ്, ടെസ്റ്റുകൾ, അതേപോലെ ട്രൈക്കോസ്കോപ്പി അഥവാ ഹെയർ സ്കാൻ വഴി നമുക്കൊരു കറക്റ്റ് ഡയഗ്നോസിസിൽ എത്താൻ സാധിക്കും. മൂന്നാമതായി, ഇതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മുടിയൊഴിച്ചിൽ വരാനായി എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കാരണങ്ങളാകാം, പുറമേയുള്ള കാരണങ്ങളാകാം. ഇത് ശരിയായ രീതിയിൽ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്താൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനത്തെ ഹെയർ ലോസ് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. നാലാമതായി, എന്താണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ? അത് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വ്യത്യസ്തമാകാം. അത് എത്രത്തോളം ഹെയർ ലോസ് ഉണ്ട് അതൊക്കെ അനുസരിച്ചാണ് ഇത് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മതിയോ, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വേണോ, അതേപോലെ ഇൻക്ലിനിക് പ്രൊസീജിയേഴ്സ് വേണോ, ഇതൊക്കെ നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യുക. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളെ മുടികൾ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അഞ്ചാമതായി, എന്താണ് ലോങ് ടേം മെയിൻ്റനൻസ് പ്ലാൻ? മുടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളത് താൽക്കാലികമായി ചികിത്സിച്ചാൽ മാത്രം നമ്മളെ മുടി പഴയ രീതിയിലോട്ട് തിരിച്ചു വരണമെന്നില്ല. അതിനൊരു ലോങ് ടേം മെയിൻ്റനൻസ് ആവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പാറ്റേൺ ബാൾഡ്നെസ് അല്ല കഷണ്ടി അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ലൈഫ് ലോങ് മെയിൻ്റനൻസ് വേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് ഹെയർ ഷെഡിങ് വന്നവർക്കാണെങ്കിൽ പോലും ഒരു 6 to 9 months എടുക്കും നമ്മളെ മുടി ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹെയർ ലോസ് മാറിയ പാടാ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ ഒരു ലോങ് ടേം മെയിൻ്റനൻസ് പ്ലാനിൽ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടിയിഴകൾ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.